ഞാൻ ഒരു ആലിമുൽ അല്ലാമയാണ് എന്നല്ല, ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലെ വലിയ വലിയ പണ്ഡിതന്മാർ, ഇന്നലെ മരണപ്പെട്ടു പോയ അഹ്മദ് അലി മദനി അടക്കമുള്ള, മുഹീദ്ദീൻ ഉമരി അടക്കമുള്ള, എം മദനി അടക്കമുള്ള, അബ്ദുറഹ്മാൻ സലഫി അടക്കമുള്ള, AP അബ്ദുൽ ഖാദർ മൗലവി അടക്കമുള്ള വലിയ വലിയ പണ്ഡിതന്മാർ, ഇരുത്തം വന്ന ആലിമീങ്ങൾ, അവരുടെയൊക്കെ മുന്നിൽ ഇരുന്ന് പഠിക്കാൻ മാത്രം വിധിക്കപ്പെട്ട പാവപ്പെട്ട പ്രവർത്തകന്മാരിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കൂട്ടത്തിൽ വളരെ താഴ്ന്ന ഒരാളാണ് ഞാൻ പണ്ഡിതരാണെന്ന് വാദിച്ചിട്ടില്ല. KNM-കാരോട് ഞാനൊരു കാര്യം പറയാം. TP ഒക്കെ ഇപ്പം നയിക്കുന്ന KNM ഇവന്റെ ഒക്കെ പ്രസംഗങ്ങൾ ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ ആഖിറത്തെ കുറിച്ച് നിങ്ങൾ വീണ്ടും വിചാരം നടത്തേണ്ടി വരും. ഒരു കാര്യം സമ്മതിച്ചു, TP നടത്തുന്നതാണ് KNM എന്ന്, അത് സമ്മതിച്ചാണ് എടുക്കുന്നത്. അവ TPയോട് അവരുടെ TP ഒക്കെ നയിക്കുന്ന KNM-മാരോട് പറയാണെന്ന് പറഞ്ഞാൽ KNM-നെ നയിക്കുന്ന TP ആണ്. നിന്റെ തൊള്ളയുടെ ഇടക്ക് വന്നുപോയതാണ്, കിട്ടണത് ബോണസായി കൂട്ടിക്കോ, ഇനി എന്താ ബാക്കി? നിങ്ങൾ ആഖിറത്തെ കുറിച്ച് വീണ്ടും വിചാരം നടത്തേണ്ടി വരും. ഇവൻ മതനിഷേധിയും അല്ലാഹുവിനെ പേടിക്കാത്തവനും ആഖിറത്തിൽ വിശ്വാസമില്ലാത്തവനുമാണ്. കണ്ടോ, മതനിഷേധി. എന്റെ അറബി എന്താ മോനെ? അറബി എന്താ മതനിഷേധിയുടെ അറബി എന്താ? അത് അവനോട് ചോദിച്ചു, അവൻ അറിയില്ല, പാവാണ്. പോയി ചോദിച്ചു നോക്ക് വിവരമുള്ളവരോട്, എന്താ മതനിഷേധി എന്റെ അറബി? കാഫിർ. ഇവൻ കാഫിറാണ്, ഇവൻ മുനാഫിക്കാണ്, കപടനാണ് എന്നാണ് ഇയാൾ പറയണത്. ശരി, അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ വിചാരത്തിൽ ഞാൻ കാഫിറാണെങ്കിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഞാൻ മുസ്ലിമായിരിക്കുന്നു. നിനക്ക് സന്തോഷായില്ലേ? എന്താ പറഞ്ഞത്? കാഫിറായി അല്ലേ? ഞാൻ മുസ്ലിമായി. ഈ സാധുവിന്റെ വിചാരം എന്താ? എന്താ ഇയാൾ വിചാരിച്ചത്? എന്താ ഇവൻ വിചാരിച്ചത്? പോട്ടെ, ഇനി അടുത്തത്. അങ്ങനെ തന്നെ നമുക്ക് തിരിച്ചു പറയാൻ പറ്റില്ലല്ലോ. കാരണം എന്റെ സംസ്കാരം വേറെ, ഞാൻ KNM-കാരനാ, ഞാൻ മുജാഹിദാ. നിനക്ക് പാലമരം നഷ്ടപ്പെട്ട ജിന്നാ. നീ പാലമരം നഷ്ടപ്പെട്ട ജിന്നും KNM-ൽ പ്രവർത്തിക്കുന്ന ഇൻസും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അതുപോലെ ഞാൻ പ്രതികരിക്കൂല, അതുപോലെ ഞാൻ തിരിച്ചു പറയില്ല. ആ രണ്ട് സംസ്കാരം, രണ്ട് കൾച്ചർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോ ആ കൾച്ചറിന് അതിന്റേതായ വ്യത്യാസം ഉണ്ടാവും. ഇനി കേട്ടോ ബാക്കി. ഇവൻ ഖബടനാണ്, ഇവൻ ചെയ്യുന്ന അക്രമം കണ്ടോ? മുജാഹിദുകൾ ജിന്നിനോട് തേടുന്നവരുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഗോപി തേടുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്ത് ജിന്ന് വായിച്ചവൻ പറയോ അത്? ഇവൻ കാണിച്ച അക്രമം കണ്ടോ? ഞാൻ പറയാത്തതിന്റെ പേരിൽ കെട്ടിവെച്ചിട്ട് എന്നെ തെറി പറയുന്നു. ഈ സാധുവിന്റെ കാര്യം ആലോചിച്ചോക്കടി. ഞാനത് പറഞ്ഞു സാധുവേ. അങ്ങനെയാണെങ്കിൽ പറഞ്ഞ അർത്ഥമുണ്ട്. ഇത് എന്റെ പേര് കളവ് പറഞ്ഞിട്ട് ഇങ്ങനെ നരമ്പ് പൊട്ടിച്ചിട്ട് അന്റെ നരമ്പ് പൊട്ടുന്നല്ലാതെ എന്ത് ചെയ്യാനാ? അന്റെ മുന്നിരിക്കുന്ന ആളുകള് അനസിനെ നല്ല തെറി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഉഷാറായിരുന്നു പ്രസംഗം, അതുകൊണ്ട് കാര്യമുണ്ടോ? നീ എന്നെ തെറി വിളിക്കാനാണെങ്കിൽ വന്ന് നിന്നോ, തെറി വിളിച്ചോ, പോയിക്കോ. അതിന് എന്തിനാ പണം മുടക്കണ്? എന്തിനാ സ്റ്റേജ് കെട്ടണം? മനുഷ്യന്മാര് കേൾക്കണല്ലേ? ഈ രൂപത്തിൽ സ്റ്റേജ് കെട്ടി തെറി പറയാൻ വല്ല പോട്ടർമാരുണ്ടെങ്കിൽ കൊണ്ടുവന്നാ പോരെ അല്ലേ? തെറി പറയാനാണെങ്കിൽ ഇവനെ വിളിച്ചോണ്ട് വരുന്ന കാര്യമുണ്ടോ? ഇപ്പൊ അതാ പരിപാടി. ഇപ്പൊ ഞാൻ പ്രസംഗിച്ചു പോയാൽ, അല്ലെങ്കിൽ മറ്റു കാര്യപ്പെട്ടാലും വന്ന് പ്രസംഗിച്ചു പോയാൽ എനിക്ക് തിരുവങ്ങാട്ടി പോട്ടറുണ്ട്, അയാൾ കൊടുത്ത് മറുപടി പറയും. പിന്നെ നമ്മളങ്ങനെ മറുപടി പറയൂല. കാര്യം എന്ന് വെച്ചാല് അത് തെറി പറയാൻ വേണ്ടി മാത്രം കൊണ്ടുവരുന്നൊരു സാധന. അപ്പൊ അതിന് പിന്നെ തിരിച്ചു തെറി പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ വല്ല പോട്ടർമാരെ ഏൽപ്പിച്ചാൽ മതി നിങ്ങള്. അപ്പോ ഇത് വളരെ ലളിതമായ ഒരു സംഗതിയാണ്. ചിലപ്പോ ഇനി നാളെ ഇവിടെ പോട്ടറുണ്ടാവും, അത് പ്രശ്നമില്ല, നിങ്ങൾ കൊണ്ടുവന്നോളി. ആളുകൾക്കൊക്കെ അറിയാം മൂപ്പര് വോട്ടറാണ്, അപ്പൊ അതിന്റെ നിലവാരം മൂപ്പർക്ക് ഉണ്ടാവുള്ളൂ. ഇത് ഇയാൾ ഇത്രയും താടിക്ക് നീട്ടി വലിയ പോസ്റ്ററൊക്കെ അടിച്ച് ബാലുശ്ശേരി മൗലവി പ്രസംഗിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് തെറി പറയിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇനി കേട്ടോ ബാക്കിയാൾ പറയട്ടെ. ലോകത്ത് പലരും ജിന്നിനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. അതെടുത്തിട്ടാണോ മുജാഹിദുകളുടെ നേരെ ഈ അനീതി കണ്ടിട്ട് ശബ്ദിക്കാൻ കഴിയാത്തവരെ, കച്ചിത്തം മൂത്തവരെ, ഏത് പരലോകമാണ് നിങ്ങൾ കാത്തു നിൽക്കുന്നത്? ഏത് പരലോകമാണ്? ഇതാ അനസ്. ഈ അനസിനെ നിങ്ങൾ തിരിച്ചറിയുക. ഇവന്റെ പ്രസംഗ സദസ്സിൽ ഇരിക്കുന്നത് പോലും അള്ളാഹ്ക്ക് വെറുപ്പുള്ള കയ്യിലായിരിക്കും. പുതിയ നബി ഇവന്റെ സദസ്സിൽ ഇരിക്കുന്നത് പോലും ഹറാമാക്കും. ഉണ്ടോ? അള്ളാഹ് ശിക്ഷിക്കും. അങ്ങനെ ഒരു മതവിധി പറയാൻ ഇവൻ എപ്പോഴാ നുബുവത്ത് കിട്ടിയത്? മനസ്സിലാക്കണോ? ഓനെങ്ങനെ മതവിധി അങ്ങനെ പറയാൻ, ഫത്വ എങ്ങനെ കൊടുക്കന്നെ? അതാണ് പണ്ട് മക്തീത്തങ്ങൾ പാടിയത്. ആ പാട്ടാ എനിക്ക് ഓർമ്മ വന്നത്. എന്ത്? അടുക്കള വിട്ട് പോയില്ല, അറിവുള്ളോരെ കണ്ടില്ല, കിതാബൊന്നും ഓതിയില്ല, ഫത്വ കൊട്ടും മുട്ടില്ല. മനസ്സിലാവും? ഈ സാധു ഫത്വ കൊടുക്കന്നെ. ഇനി പോട്ടെ, മതവിധി അതോടെ പോട്ടെ. അടുത്തത് മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കണം. ഇവനെയൊക്കെ നിങ്ങൾ തിരിച്ചറിയണം. നോക്കൂ, ഇത് പല സദസ്സിലും കാണിക്കാൻ മുജാഹിദുകളുടെ മനസ്സ് വേദനിച്ചു. അനസേ, നിന്നേക്കാൾ കൂടുതൽ
തൗഹീദ് പറഞ്ഞവരാണ് ഞങ്ങൾ. ആ ഞങ്ങളെ കുറിച്ച് ആരസേ ആളുകൾക്കിടയിൽ നീ തെറ്റിദ്ധരിപ്പിച്ചത്? ഒരു മനസ്സേ ആ പരലോകത്ത് അത് വരിക തന്നെ ചെയ്യും മോനെ, ഒരു സംശയം വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. വരൂടാ പരലോകത്തേക്ക്. ശരി, ഈ പരലോകത്തേക്ക് വിളിച്ചില്ല, ഇജ്ജ് വിളിച്ചാലും വിളിച്ചില്ല, നമ്മളൊക്കെ അവിടെ വരണം. ദുനിയാവിലൊന്ന് വരാമോ എന്റെ മുന്നിലേക്ക്? ദുനിയാവിലൊന്ന് വന്ന് നിൽക്കാമോ? ഈ തളിപ്പറമ്പിൽ വന്ന് നിൽക്കാമോ മുജാഹിദേ? നിനക്ക് ഇതുപോലൊരു സ്റ്റേജിൽ വന്ന് നിൽക്കാമോ? നിന്റെ ഈ അസുഖം ഞാൻ തീർത്തു തരാം, ഈ വാദം ഞാൻ തെളിയിച്ചു തരാം. ഇവിടെ വന്ന് നിൽക്കോ? അള്ളാന്റെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചവന് വക്കാലത്ത് പറയുന്ന നീ. അതുപോലെ തന്നെ നബിയുടെ മുഅ്ജിസത്തല്ല എന്ന് എഴുതി വെച്ച പത്രം, ആ പത്രമടക്കം ഏറ്റിക്കൊണ്ട് പ്രസംഗിക്കാൻ പോകുന്ന നീ. ഇവിടെ ഈ വാദമില്ല എന്ന് പൊതുജനങ്ങളോട് കളവ് പറയുന്ന നീ. ദുനിയാവിലൊന്നും വന്ന് നിൽക്കാമോ? എനിക്ക് ദുനിയാവിലും നിൽക്കാം, ആഖിറത്തിലും നിൽക്കാം. രണ്ടിടത്തും ഒരുപോലെ നിൽക്കാൻ ഞാൻ തയ്യാറാ. ഇനി കേട്ടോ ബാക്കി. പരലോകത്ത് നീ ഒരു മനസ്സേ ഇന്നഹാ തർമീ ബിശർരിൻ കൽകസർ കഅന്നഹും ജിമാലത്തുൻ സുഫർ. അത് അനസിന് മാത്രമുള്ള ആയത്തല്ല മൗലവി, നിങ്ങൾക്കും കൂടി ബാധകമാണ്. പാവപ്പെട്ട മനുഷ്യരെ ജിന്നിനോട് തേടിയ ശിർക്കല്ല എന്ന പിഴച്ചവാദം പറഞ്ഞു പഠിപ്പിച്ച് ആ നരകത്തിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. ഒട്ടകങ്ങളെ പോലെ വലിയ തീപ്പൊരികൾ പാറുന്ന നരകത്തിലേക്ക് ഈ പാവപ്പെട്ട മനുഷ്യരെ വലിച്ചിടാമെന്ന് ജിന്നുവാദികൾ വിചാരിച്ചാൽ ഞങ്ങൾ തടയും. ഞങ്ങളെ കൊണ്ട് കഴിയുന്നത്രയും ഞങ്ങൾ തടയും. എന്ത് ചെലവാക്കി ഞങ്ങൾ തടയും. അത് കണ്ട് പകരം തെറി പറഞ്ഞത് കൊണ്ട് കാര്യമില്ല, ആക്ഷേപിച്ചിട്ടും കാര്യമില്ല. ഇത് നീ കേട്ടാൽ, നിനക്കിത് കേൾക്കാൻ കഴിഞ്ഞാൽ, എന്റെ ഈ കേസറ്റ് പുറത്തിറങ്ങിയാൽ നീ കേൾക്ക്. ഒറ്റക്കൊരു മൂലയിരുന്ന് കരയുന്നുണ്ട്, ഒരുപാട് കരഞ്ഞിട്ടുമുണ്ട്. ഞാൻ മാത്രമല്ല, കേരളത്തിലെ നൂറുകണക്കിന് മുജാഹിദുകള്. നീ വാ, കരയുന്നവരെ ഞാൻ കാണിച്ചു തരാം. ആമയൂര് 90 വയസ്സെടുത്ത ഒരു ഉമ്മ, ഈ ഇരിക്കുന്ന ശുക്കൂർ സ്വലാഹി, മുനീർ സ്വലാഹി, അവരെ സന്ദർശിച്ചിട്ടുണ്ട്. 90 വയസ്സെടുത്ത ഉമ്മ. ആ ഉമ്മ അവിടെ ചെന്നപ്പോൾ ഉമ്മ പറഞ്ഞതറിയോ? എന്താ പറഞ്ഞറിയോ? പൊന്നാരമോനെ, ഞാൻ കരഞ്ഞു ഒരുപാട് രാത്രികളിൽ, ഒരുപാട് പകലുകളിൽ. ഹുസൈൻ സലഫിയുടെ പരലോകമെന്ന ആ പ്രസംഗം കേട്ട്, അതിന്റെ സീരിയൽ കേട്ട് ഒരുപാട് കരഞ്ഞ ഉമ്മയാണ് ഞാൻ. പക്ഷെ ഇപ്പോൾ ഞാൻ കരയുന്നത് അയാളുടെ പരലോകമോർത്താണ്, അയാളുടെ പരലോകമോർത്താണ് എന്ന് ഇത് പറഞ്ഞ ഉമ്മ ഇന്നും മരിച്ചിട്ടില്ല. ആമയൂർ ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ നൂറുകണക്കിന് മുജാഹിദുകൾ കരയുകയാണ് നിങ്ങളുടെ ഈ അവസ്ഥയോർത്തിട്ട്. പടച്ച റബ്ബേ, ഈ നാവ് അള്ള നൽകിയ അനുഗ്രഹമാണ്. സുന്ദരമായി പാട്ടുപാടി പ്രസംഗിക്കാൻ അനുഗ്രഹം അല്ല കൊടുത്തതാണ്. ആ അനുഗ്രഹം ശിർക്കിന് വേണ്ടി, ശിർക്കിനെ പിന്താങ്ങുന്നവർക്ക് വേണ്ടി ആയിപ്പോകുമ്പോ അത് കണ്ടു നിൽക്കുന്നവർ പകച്ചു പോകും, പ്രയാസപ്പെട്ടു പോകും, അവർ കരയും. അവർ റബ്ബിനോട് പാതിരാത്രികളിലടക്കം ദുആ ചെയ്യും. പടച്ചവനെ, തിരിച്ചു തരണേ അല്ലാ, ഈ നാവുകളെ തിരിച്ചു തരണേ അല്ലാ, തൗഹീദിന്റെ വഴിയിലേക്ക് തിരിച്ചുവിടണേ അല്ലാ. ജിന്നുകൾ റാഞ്ചിക്കൊണ്ടുപോയ ഈ മനുഷ്യരല്ലാഹുവേ,